ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ മുടി ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടാലറിയാം, ചുരുണ്ട് കിടക്കുന്ന ഒരു അലങ്കോലപ്പെട്ട് പിടിച്ചാൽ പിടി കിട്ടാത്ത മുടിയാണ്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മളൊന്ന് സെറ്റ് ആവാൻ പോവാണ്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. കൊട്ടാരക്കര ഗ്ലാം ബ്യൂട്ടി കെയർ ആൻഡ് സ്പാ എന്ന സലൂണിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇത് സ്ഥലം വരുന്നത് കൊട്ടാരക്കര PR ജ്വല്ലറിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന റോഡുണ്ടല്ലോ, ആ ഭാഗത്താണ് ഈ ഒരു സലൂൺ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സലൂൺ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതിയാകും. ഈ ഒരു സലൂൺ 7 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോകുന്നത്. നേരത്തെ തന്നെ ഹാപ്പി കുട്ടനും സുനിതയും ഇതിനകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇതാണ് ചെറിയ സെറ്റപ്പാണ്, എങ്കിലും കുറേ കസ്റ്റമേഴ്സൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് 3500 രൂപയ്ക്കാണ് സ്മൂത്തനിങ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്മൂത്തനിങ്ങൊക്കെ ചെയ്തിട്ട് ഇപ്പം ബോട്ടോക്സിലേക്കൊക്കെ കിടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പോലെ സ്മൂത്തനിങ്ങിന് തുടങ്ങുവാണ്. അപ്പം സ്മൂത്തനിങ്ങിന് വേണ്ടി അവർ എൻ്റെ ഹെയർ എടുത്തപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഭയങ്കര ഡാമേജായിട്ട് കിടക്കുവാണ് ഹെയർ. കാരണം ഞാൻ കുറേ ഹെന്ന ചെയ്തിട്ടുണ്ട്, പിന്നെ ഹെയർ കളേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറാണ് എൻ്റേത്. അപ്പോൾ അതെല്ലാം മാറ്റണമെങ്കിൽ ബോട്ടോക്സ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ബോട്ടോക്സ് ചെയ്യാനുള്ള ക്യാഷില്ല. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷുള്ള സമയത്ത് ഞാൻ അതൊക്കെ വന്ന് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്മൂത്തനിങ് ചെയ്ത് നോക്കാം. അപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേച്ചിമാരാണ് നമുക്ക് ചെയ്തു തന്നത്, ബ്യൂട്ടീഷ്യന്മാരാണ് ചെയ്തു തന്നത്, അങ്ങനെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാണ്. ഒരു ഷാമ്പു യൂസ് ചെയ്ത് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ നന്നായിട്ട് മുടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ സ്കാൽപ്പിലും തലമുടിയിലൊക്കെ എണ്ണമയം കാണും. അതെല്ലാം ഇവർ മാറ്റും. എങ്കിൽ മാത്രമേ സ്മൂത്തനിങ് ആണെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ടത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം എനിക്കെന്തായാലും ഒറ്റത്തവണ മാത്രം വാഷ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ കുറേ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ 1, 2, 3 തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തലേ ദിവസം തന്നെ ഞാൻ ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഫസ്റ്റ് ടൈം മാത്രമേ ഇതുപോലെ വാഷ് ചെയ്ത് തന്നുള്ളൂ. അതിനുശേഷം അവർ മുടി നന്നായിട്ട് ഡ്രൈ ചെയ്യും, ബ്ലോ ഡ്രൈ പോലെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ടായിരുന്നു. എൻ്റെ മുടി ചപ്പി പോകരുത്. കാരണം ഈ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുമ്പോൾ നമ്മുടെ മുഖം ഒരുമാതിരി വൃത്തികേടാവില്ല. അതുകൊണ്ട് ചപ്പി വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുടിയുടെ എൻഡ് ഭാഗം ഭയങ്കര ചൂല് പോലെ കിടക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ഗെയ്സ്. പാർലറിൽ പോയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതായത് എൻ്റെ മുഖത്ത് ഞാൻ പീലിംഗ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഹെയറിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് കരുതിയത്. അപ്പം നിങ്ങളും കൂടെ കാണും. അതിനുശേഷം അവർ നന്നായിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം അവർ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ടവൽ ഡ്രൈ ചെയ്ത് പിന്നെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഹെയറിൻ്റെ പഴയ സ്ട്രക്ചറുണ്ടല്ലോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേ. അതിനുശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ചേച്ചി മാത്രമല്ല, ഇതിൻ്റെ ഒരു ഓണറുണ്ട്. ആ ചേച്ചി വന്നിട്ടില്ല, കുറച്ച് നേരം കഴിഞ്ഞേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം രണ്ടുപേരും കൂടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളാണ് ആദ്യം ഈ ഒരു എന്താ പറയുക പാർലറിലേക്ക് പോയത്, സലൂണിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് കുറവാണ്. അപ്പം കുറേ നേരം കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങി. അപ്പം ഞാൻ കരുതി ഓഹോ എനിക്ക് തിരിച്ചു പോകാൻ സമയം കുറേയും കൂടി ലേറ്റ് ആകുന്നു. കാരണം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ ഒരു സലൂണിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടേ പിന്നെ എങ്കിലും കുഴപ്പമില്ല. ഒരു ഏകദേശം 3.5-4 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതിനകം അവർ നമുക്കത് സെറ്റാക്കി തന്നു. അപ്പോൾ എൻ്റെ മുടി അവർ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. ഇങ്ങനെ പതുക്കെയാണ് ചെയ്യുന്നത്, ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ തലയിൽ നല്ലതായിട്ട് ചൂടടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ അവർ തണുത്ത കാറ്റിൽ ചെയ്ത് തന്നില്ല. അവർ പെട്ടെന്ന് നമ്മുടെ സമയവും അവരുടെ സമയമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ചൂട് കാറ്റിലാണ് എനിക്ക് ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്ത് തന്നത്. എനിക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹെയർ കിടക്കുന്നതാണ് നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. പക്ഷേ അത് ചെയ്യാനുള്ള ക്യാഷിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്തായാലും മുടിക്കൊരു ചേഞ്ച് വരണം. ഈ സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് വർഷം കുറേയായി. അതായത് 2012 ഞാനിങ്ങനൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്. അപ്പോൾ 2025 അത് നിറവേറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ബ്ലോ ഡ്രൈ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ബ്ലോ ഡ്രൈ അല്ലല്ലോ സ്മൂത്തനിങ് ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെങ്കിലും ബ്ലോ ഡ്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുടിയൊക്കെ വളർന്നിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി എനിക്ക് ബോട്ടോക്സ് ചെയ്യണം. അതാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അത് 6 മാസം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ മുടി ഭയങ്കര ഡാമേജാണ്, മൊത്തം പൊട്ടി പോകുന്നുണ്ട്. അതവർ മുടി നോക്കിയിട്ടേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, മുടി ഭയങ്കരമായിട്ട് ഡാമേജായി കിടക്കുകയാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെന്നയും ഹെയർ കളറൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി അങ്ങനെ ചീത്തയായി പോയത്. അപ്പോൾ ഹെന്നയും ഹെയർ കളറൊക്കെ ചെയ്യുന്നതൊരു സൂക്ഷിച്ചോളൂ, മുടി ഇങ്ങനെ ഡാമേജ് ആകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഇനി എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം ഹെയർ കുറച്ച് അധികം കട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി കേട്ടോ. എങ്കിലും സാരമില്ല, വളർന്നു വരുമല്ലോ അല്ലേ. അപ്പം ഹെയർ കട്ട് ചെയ്തു. ഇനി സെക്ഷനായിട്ട് എടുത്തിട്ട് ക്ലിപ്പിട്ട് വെക്കുകയാണ്. ഇങ്ങനെ ക്ലിപ്പിട്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെ ക്ലിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിപ്പിട്ടിട്ട് ഓരോ സെക്ഷൻ ബേസായിട്ട് എടുത്തിട്ടാണ് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്മൂത്തനിങ് ക്രീം എന്ന് വേണമെങ്കിൽ പറയാം, സ്ട്രൈറ്റനിങ് ക്രീം എന്നും പറയാം. ഗ്ലാറ്റിൻ്റെ സ്ട്രൈറ്റനിങ് ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത് പതിയെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് ഒരു 45 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നത്. ഇതിൽ ഒരാൾ ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ രണ്ടുപേരും കൂടാണ് ഇപ്പം സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരാൾ മുടി എടുത്ത് സെക്ഷൻ ബേസായിട്ട് കൊടുക്കുന്നുണ്ട്, ഒരാൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് സുനിതയാണ്. അതായത് നമ്മുടെ ലച്ചുവിൻ്റെയും ദേവുൻ്റെയും അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത്. എൻ്റെ ഹാപ്പിക്കുട്ടനെ നോക്കണം, വീഡിയോ എടുത്ത് തരണം. 2 ജോലിയാണ് നമ്മുടെ സുനിതയ്ക്കുള്ളത്. അതുപോലെ ഹാപ്പിക്കുട്ടൻ കരയുമ്പം അല്ലെങ്കിൽ വിശക്കുമ്പോൾ അവന് വേണ്ടുന്ന ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം. നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ചെന്നത് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇതേപോലെ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ അറിയാം. 3-4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നറിയാം. അതുകൊണ്ടാണ് എല്ലാം കൊണ്ട് പോയത്. അങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരുമാതിരി പരുവമായി. കാരണം ഇങ്ങനെ 45 മിനിറ്റൊക്കെ ഒറ്റ ഇരിപ്പിൽ നമ്മൾ ബോറടിച്ച് പോകും. ഞാൻ ശരിക്കും ബോറടിച്ചു. അതിനുശേഷം ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്യുമ്പം അവരൊരു മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. മാസ്ക് ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ.
അവർ മാസ്ക് അപ്ലൈ ചെയ്തു. അപ്പം ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ല എനിക്കൊരു സുഖമായിട്ടാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. എനിക്കെന്തോ ഒരു സുഖം പോലെ തോന്നി. കാരണം ഇങ്ങനെ കിടന്നൊക്കെ ഒരാൾ വാഷ് ചെയ്ത് തരുന്ന അടിപൊളിയല്ലേ. എനിക്ക് ധാരയൊക്കെ ചെയ്ത പോലെ എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്ത കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ നന്നായി വാഷ് ചെയ്തിട്ട് ഇവർ ടവൽ ഡ്രൈ ചെയ്യും. അതിനുശേഷം വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്യും. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഇനി അവർ സ്ട്രൈറ്റ്നിങ് ചെയ്യുന്നത്, അതായത് സ്മൂത്തനിങ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് അവർ ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്ത് ഇങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യുമ്പം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നീണ്ട് കിടക്കുന്നത് പോലെ അല്ലേ. അപ്പം ഞാൻ കമ്മല കൂരി വെച്ച് കേട്ടോ. പിന്നെ അവർ വീണ്ടും സെക്ഷൻ ബേസായിട്ട് എടുത്തിട്ട് അവർ 2 സൈഡിലായിട്ട് നിന്നിട്ട് 2 പേരും കൂടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി ഒരുമാതിരി വൃത്തികേടാക്കി വെക്കരുതെന്ന്. അപ്പോൾ അവിടെ വേറെ കസ്റ്റമേഴ്സൊക്കെ വന്നു കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് ഓടേണ്ടി വന്നു. അപ്പം ഇതാണ് സംഭവം. ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് ഗീസ്. ഇത്രയും ക്ഷമയൊക്കെ എനിക്കുണ്ടായിരുന്നു, എനിക്കറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ബോഡിയുടെ പാർട്ടാണല്ലോ ഞാൻ പരീക്ഷണത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതില്ല. അപ്പം നിങ്ങളാരെങ്കിലും ഇതുപോലെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഏത് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. കാരണം നമ്മളൊരു പരീക്ഷണത്തിനായിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് കൊടുക്കുമല്ലേ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്ത് വെക്കുന്നത് നമുക്കറിയണ്ടേ. അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ അവർ അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്തതിന് ശേഷം ഇനി ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളെ ഇവിടുന്ന് വിടത്തുള്ളൂ. അപ്പോൾ അത്രയും നല്ല സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവർക്ക് ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുടി അധികം കമ്പി പോലെ ആക്കരുത്, ചൂല് പോലായി കിടക്കരുത്. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുഖം വൃത്തികേടാകാനും പാടില്ല. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മുടി സ്ട്രെയിറ്റായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുഖമാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ചപ്പിയതുപോലെ ആവുമല്ലോ. അങ്ങനെ ആകാനും പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തു തന്നത്. എനിക്കിഷ്ടപ്പെട്ടവരുടെ സർവീസൊക്കെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവരെന്തായാലും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സർവീസാണ് കേട്ടോ, അടിപൊളി സർവീസ്. ഇപ്പോൾ തന്നെ എൻ്റെ ഹെയർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എന്താ പറയുക എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലാതെ നമ്മുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത് കൊണ്ട് എനിക്കിങ്ങനെ എന്തായാലും കാണാൻ പറ്റി. പിന്നെ ചെറിയ രീതിയിൽ എൻ്റെ ചെവിക്കും അയൺ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ചെറിയ ചൂടിലൊക്കെ എൻ്റെ ചെവിയിലും പറ്റിയിട്ടുണ്ട്, സാരമില്ല. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സർവീസ്. അടിപൊളിയാണ്, നല്ല സഹകരണമുള്ള ചേച്ചിമാരാണ്. അപ്പോൾ നമുക്ക് പറയുന്ന അനുസരിച്ച് ചെയ്തു തരും. പിന്നെന്താ പറയുക, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു.
സെഷൻസ് ആയിട്ട് എടുത്തിട്ട് അവർ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുവാണ്. ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം നമ്മൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മളെ കാര്യം ഓക്കെ ആവും കേട്ടോ. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വാഷ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഹെയർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവരൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് കോംബ് ചെയ്ത് വിടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയുള്ള പരിപാടി. ഇനി നമുക്ക് കോംബ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോകാം. അപ്പോൾ ഇനി എന്താ പറയുക, സ്ട്രൈറ്റനിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം കോംബ് ചെയ്യുക, നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അതിനുശേഷം നമ്മൾ 3-ാമത്തെ ദിവസം ഇവിടെ വന്ന് ഹെയർ വാഷ് ചെയ്യണം. ഹെയർ വാഷ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ടായിരിക്കും ഇനി 3-ാമത്തെ ദിവസം ഇവിടെ എത്തുന്നത്. ഇപ്പോൾ വീണ്ടും ടവൽ ഡ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലോ ഡ്രൈ ചെയ്യും. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ ഹെയറിൽ ഒരു സിറം അപ്ലൈ ചെയ്യും. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പോകാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തരണമെന്ന്. കാരണം എനിക്കെന്തോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പം മുടി കൂടുതലായിട്ട് കമ്പി പോലെ ആകും, അത് സ്ട്രൈറ്റനിങ് ആണ്, ഇത് സ്മൂത്തനിങ് ആണെന്ന് പറഞ്ഞു. സ്മൂത്തനിങ്ങിന് 2ാമത് സ്ട്രെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ. എങ്കിലും എൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവരെനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പം ആ ചേച്ചി നമ്മുടെ തലയിൽ സിറം അപ്ലൈ ചെയ്യുവാണ്. സ്ട്രീറ്റ് പ്രൊഫഷണലിൻ്റെ സിറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും കോംബ് ചെയ്തു. കോംബ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുടി ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് സ്ട്രൈറ്റനിങ്ങിനാണ് ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സ്മൂത്തനിങ്ങിന് അങ്ങനെ ചെയ്യത്തില്ല, എങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെയർ ഇഷ്ടപ്പെട്ടു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എങ്ങനെ ഇരിക്കും സംഭവം, കൊള്ളാമോ. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ക്യാമിലൂടെ നോക്കിയപ്പോൾ എനിക്ക് മുഖം കുഴപ്പമില്ല, വളരെ ചപ്പിയതുപോലെ തോന്നുന്നില്ല, സാധാ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, 2012 ആഗ്രഹം, 2025 ഞാനത് സാധിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചെടുക്കുക കേട്ടോ. അപ്പം എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ. പിന്നെ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല. എങ്കിലും ഇതെൻ്റെ ആഗ്രഹമായിരുന്നു, സ്മൂത്തനിങ്. അപ്പം ബ്ലോ ഡ്രൈ ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഇനി എൻ്റെ മുടിയുടെ കോലം കാണിച്ചു തരാമേ. അപ്പം ചെറുതായിട്ട് അങ്ങും ഇങ്ങുമൊക്കെ മുടി നീണ്ട് കിടപ്പുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് തരും ഇപ്പം തന്നെ കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, സൺഡേയിലും ഈ സലൂൺ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ആ മുടികളെല്ലാം കട്ട് ചെയ്തു, ഇപ്പം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യു കട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ ഇനി മുടി വളരുമ്പോൾ നമുക്ക് യു കട്ടൊക്കെ ചെയ്യാം കേട്ടോ. ബോട്ടോക്സ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും യു കട്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്കിനി ഹെയർ കളർ ചെയ്യണം, അത് 2 ആഴ്ച കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൊട്ടാരക്കരയിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മുടി ഇതുപോലെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ഈ ഒരു സലൂണിൽ ചെയ്തു തരും. ഗ്ലാം ബ്യൂട്ടി കെയർ ആൻഡ് സ്പാ എന്നാണ് സലൂണിൻ്റെ പേര്. ഇത് വരുന്നത് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷനിൽ PR ജ്വല്ലറിയുടെ ആ സൈഡിലൂടെ മുകളിലേക്ക് കയറുന്ന റോഡിലാണ്. സലൂണിൻ്റെ നമ്പർ എന്തായാലും ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.